നിക്ഷേപിക്കുമ്പോഴും എന്റെ പ്രതീക്ഷ അവിടുത്തെ അനുഗ്രഹത്തിൽ മാത്രമായിരുന്നു. ഒടുവിൽ അങ്ങയുടെ അനുഗ്രഹം പോലെ വരണം ഞാനും ഒന്നിക്കുക. മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വരണ് പ്രിയപ്പെട്ടവളായി, ആ കുടുംബത്തിന് പ്രിയപ്പെട്ടവളായി ജീവിക്കാനുള്ള അനുഗ്രഹം മാത്രം തന്നാ മതി. അതെ, ഭഗവാനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇറങ്ങാനാ പറയുന്നത്. എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതിന്റെ അവസാനം ഭഗവാന്റെ മുന്നില. ഈ പൂജാമുറിയില് മോളുടെ കണ്ണീര് വീണതിന് കണക്കില്ല. പലപ്പോഴും ഞാൻ ദേവേട്ടനോട് പറയും, പൂജാമുറി ഇവള് കണ്ണീര് കൊണ്ട് കഴുകുകയെന്ന്. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും യശോദേ. അതിന്റെ തെളിവാണ് ഇപ്പൊ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ആഭരണങ്ങൾ കിട്ടിട്ട് മോളുടെ വിവാഹം നടത്തണമെന്ന ആഗ്രഹം അച്ഛൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും അച്ഛനെ കൊണ്ടത് കഴിയുമ്പോ അച്ഛനത് ചെയ്യും. അച്ഛനോട് കണക്ക് പറയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വീട്ടിൽ തീർക്കാൻ പറ്റാത്ത എത്രമാത്രം കണക്കുകളുണ്ട് നമ്മൾ തമ്മില്. ഞാൻ ജീവിക്കുന്നതിന്റെ, ഞാൻ ശ്വസിക്കുന്നതിന്റെ, ഞാൻ ഈ ലോകം കാണുന്നതിന്റെ, അതിന്റെ ഒക്കെ കണക്കില്ലേ? എന്നെ വഴിവക്കിൽ കണ്ടപ്പോ അച്ഛൻ തിരിഞ്ഞു നടന്നിരുന്നെങ്കിൽ ഈ ഞാൻ ഉണ്ടാവുമായിരുന്നു അച്ഛ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നു മോളെ? എനിക്ക് സ്വത്തോ സമ്പത്തോ തന്നില്ല എന്ന് കരുതി അച്ഛനൊരിക്കലും വേദനിക്കരുത്. ഈ ജീവിതം തന്നെ അച്ഛൻ എനിക്ക് തന്ന സ്വത്താ. ഭക്തിയാ അച്ഛൻ എനിക്ക് തന്ന സമ്പാദ്യം. വക്കീലേ, എവിടെയെങ്കിലും ദരിദ്രരായ മാതാപിതാക്കളെ വിഷമിക്കുന്നത് കണ്ടാൽ എന്നോടൊന്നും പറയണട്ടോ. ഞാൻ എന്റെ ഈ മോളെ അങ്ങോട്ട് അയച്ചു തരാം. ഇവളേക്കാൾ നന്നായിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. തിരുമേനി പറഞ്ഞത് ശരിയാ. ഞാൻ ചില കാര്യങ്ങളൊക്കെ രാധികയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ രാധികയിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ട്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെ ഒക്കെ മനോഭാവം. ദേവേട്ട, അമ്മ വന്നിട്ട് ഇറങ്ങണോ അതോ? ഇനിയിപ്പോ അമ്മയെ കാക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ ചടങ്ങ് നടത്തുന്ന സ്ഥലത്തുണ്ടാവും. വാ, നമുക്ക് ഇറങ്ങിയേക്കാം.